ഉമ എങ്ങനെയുണ്ട് ആരോഗ്യം ഇപ്പോൾ? ഇപ്പോഴും വിറയലുണ്ട്, എന്നാലും തിരിച്ച് നടക്കാനും പറ്റും. അന്നത്തെ ദിവസം ഓർക്കാൻ പറ്റുന്നുണ്ടോ? ദിവസത്തെ പറ്റി ഓർമ്മയില്ല. കാലത്ത് കൊച്ചിനെ വിട്ട കാര്യമേ ഓർമ്മയുള്ളൂ, കൊച്ചിനെ സ്കൂളിൽ വിട്ട കാര്യമേ ഓർമ്മയുള്ളൂ, ബാക്കിയൊന്നും ഓർമ്മയില്ല. പിന്നെ വൈകുന്നേരം പോലീസ് വന്ന് ജനൽ തുറന്ന കാര്യമേ ഓർമ്മയുള്ളൂ. ഈ കുടുംബത്തിൽ താളപ്പിഴകളൊക്കെ എന്നാണ്, എങ്ങനെ ഉണ്ടാകുന്നതാണ്? സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോഴുണ്ടായതാണ്. എത്ര ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു? 25 ലക്ഷം രൂപ ബാധ്യത ഉണ്ട് ബാങ്കിലും പിന്നെ ഈ പലിശയ്ക്ക് എടുത്തതും ആയിട്ട് ഉള്ളതുണ്ട്. ഇപ്പോൾ ഈ ലോണാപ്പിൽ നിന്ന് അഫാൻ പണം കടമെടുത്തിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏതൊക്കെ ലോണാപ്പിൽ നിന്നാണ്, അങ്ങനെ അറിയാമോ? അതറിയില്ല, ലോൺ ആപ്പെന്ന് മാത്രമേ അറിയാവുള്ളൂ. അവനെ സന്ധ്യയ്ക്ക് വിളിച്ചായിരുന്നു, പിറ്റേന്നും വിളിച്ചായിരുന്നു, അങ്ങനെ അറിയാവുള്ളൂ ലോൺ ആപ്പിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെന്ന്. ഈ കുടുംബത്തിൽ മറ്റ് പ്രശ്നങ്ങൾ അഫാന് പ്രത്യേകിച്ച് ഒരു ലോണോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു? ഇല്ല, അവന് പ്രത്യേകിച്ച് ലോണില്ല, ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഈ ഫോൺ ആപ്പിൽ നിന്ന് എടുത്ത പൈസ കാര്യം അവന് അറിയാവുള്ളൂ. അത് എത്ര രൂപയുണ്ടെന്നുള്ളത് അറിയാമോ? അറിയില്ല, അതറിയില്ല. ഈ പണം എങ്ങനെയായിരുന്നു കണ്ടെത്തിയിരുന്നത് തിരിച്ചടയ്ക്കാൻ? പൈസ കണ്ടെത്തിയിരുന്നത് റോളുകളും പിന്നെ ഹസ്ബൻഡ് അയക്കുമായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിന്നായിരുന്നു. പിന്നെ അഫാന് മുൻപ് ആത്മഹത്യാ പ്രവണത ഉള്ളതായിട്ടൊക്കെ പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആത്മഹത്യാ പ്രവണതയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവൻ അങ്ങനെയൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുപോലെ കുടുംബം ഒരു ഘട്ടത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നൊക്കെ അന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. വലിയ കടങ്ങളൊക്കെ ബാധ്യതയായ സമയത്ത് അച്ഛനോട് വിളിച്ചു പറഞ്ഞിരുന്നു, റഹീമിനോട് പറഞ്ഞിരുന്നു, ഉമ്മ തന്നെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ അതിനായിട്ട് ശ്രമിച്ചിട്ടില്ല. വീട് വയ്ക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വേറെ നമ്മൾ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുടുംബവുമായിട്ട് ബന്ധുക്കളുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു? കുടുംബമായിട്ട് ലത്തീഫ് ചേട്ടനുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ വീട് വിൽക്കണമെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു കാക്കാക്കുള്ളായിരുന്നു. നമ്മൾ പറഞ്ഞ് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ്, എന്നിട്ട് അതാണ് പ്രശ്നമുണ്ടായത്. ഈ പെൺകുട്ടിയുമായിട്ടുള്ള ഫർസാനയുമായിട്ടുള്ള കല്യാണത്തിന് എതിർപ്പ് കുടുംബം പ്രകടിപ്പിച്ചു, അതും ഇത്തരത്തിൽ അഫാനെ പ്രേരിപ്പിച്ചു എന്നുള്ള വാർത്തകളുണ്ട്. കുടുംബത്തിൽ ഞാൻ പ്രശ്നമൊന്നുമില്ലായിരുന്നു, എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു, അവൾ ഇഷ്ടമായിരുന്നു എന്നൊക്കെ തന്നെ ഞാൻ പറഞ്ഞിരുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശരിക്കും അപ്പോൾ കടം ഉണ്ടായിരുന്നു, ഉമ്മ ക്ഷമിക്കുകയാണ്, അല്ലാതെ അഫാനായിരുന്നില്ല കടം ഉണ്ടായിരുന്നു? ഇല്ല, ക്ഷമിക്കായിരുന്നു, എനിക്കായിരുന്നു കടം, അവനല്ല. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല, കടം തീർക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. നമ്മൾ വസ്തു വിറ്റ് കടം തീർക്കാമെന്നൊക്കെ ഞാൻ അവന് വാക്ക് കൊടുത്തിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവനല്ലായിരുന്നു കടം, എനിക്കായിരുന്നു കടം. ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. ഞാൻ ഇനി വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ കൊച്ചുങ്ങളില്ലാത്തത് ഞാൻ പോണില്ല ഇനി. ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. എന്തായാലും